ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 14 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കിട്ടി എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്ത് പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും ഒരു സ്കോളർഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും അറിയിക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നൊരു സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഏത് രാജ്യത്ത്, ഓസ്ട്രേലിയയിലെ ഏത് രാജ്യത്ത് പോകണമെന്നാണെങ്കിലും നല്ല ചിലവാണ്. അതും എല്ലാ സ്റ്റെപ്പിലും, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് തൊട്ട് നമ്മൾ ഇവിടെ എത്തുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ചിലവാണ്. അതിൽ നിന്ന് ഒരു 1000 രൂപ ആയിരെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ലാഭമല്ലേ. അപ്പോൾ ഇന്നത്തെ സ്കോളർഷിപ്പ് ഞാൻ പറയാൻ പോകുന്നത് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ്. പക്ഷേ അതിനകത്തൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് നല്ല മാർക്ക് വേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക 9 CGPA വേണ്ട, അല്ലെങ്കിൽ കുറേ എസ് എഴുതണ്ട, കുറേ റിപ്പോർട്ട് സബ്മിറ്റ് ഒന്നും ചെയ്യണ്ട. ആകെ ചെയ്യേണ്ടത് ഒരു മണിക്കൂറിൻ്റെ എക്സാമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മെയിൻ വീഡിയോയിലേക്ക് കിടക്കാം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നൂലേ? എനിക്കും ആദ്യം അതിശയം തോന്നിയിരുന്നു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മാർക്കൊന്നും വേണമെന്നില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സലൻസോ അല്ലെങ്കിൽ അവാർഡൊക്കെ കിട്ടിയാൽ മാത്രം സ്കോളർഷിപ്പ് കിട്ടുക, ആ ഒരു സംഭവമല്ല. ഇതാണ് ഗ്യാൻധൻ സ്കോളർഷിപ്പ്. അത് ഗ്യാൻധനിൻ്റെ 2025 പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പാണ്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേർക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട്. പക്ഷേ അവർക്ക് ചിലപ്പോൾ വീട്ടിലെ സാഹചര്യം ആയിരിക്കാം, അല്ലാത്ത കാര്യങ്ങളായി ചിലപ്പോൾ ഫുള്ളായിട്ട് അവരുടെ പൊട്ടൻഷ്യൽ പഠിത്തത്തിൽ ഇടാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല അക്കാഡമിക്സ് കിട്ടണമെന്നില്ല. അതിനുള്ളൊരു സാഹചര്യത്തിലായിരിക്കില്ല അവർ വളർന്നത്. അപ്പോൾ അവർക്ക് പുറത്ത് പോകാനുള്ള ഡ്രീമുണ്ട്, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടുമ്പോൾ അപ്പോഴായിരിക്കും ചിലപ്പോൾ വിചാരിക്കുന്നത് അന്ന് പഠിച്ചെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ കുറേ പേരെ അവർക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും ഒരവസരം, അതായത് അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അത് അവർക്ക് കറക്റ്റായിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ സാഹചര്യം ഇല്ലായ്മ കൊണ്ടോ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണിത്. അതായത് നിങ്ങളുടെ അക്കാഡമിക്സിനെ ബേസ് ചെയ്തിട്ടല്ല, ഒരു സ്കിൽ ടെസ്റ്റ്, അതായത് 1 മണിക്കൂറിൻ്റെ ഒരു സ്കിൽ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 4 പേർക്കാണ് ഇവർ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതും 5 ലക്ഷം രൂപ. ഈ മെയിൻ ക്വസ്റ്റ്യൻ, ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത് ഒട്ടുമിക്ക എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്നത്, അതായത് മാസ്റ്റേഴ്സ് ആയിക്കോട്ടെ, PG ഡിപ്ലോമ ആയിക്കോട്ടെ, ഏത് ഹയർ സ്റ്റഡീസ് പോകുന്ന ആളാരെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് ഫീൽഡ് ഏതാണെങ്കിലും പ്രശ്നമില്ല. അതിപ്പോൾ മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ആർട്സ് ആയിക്കോട്ടെ, അതും പ്രശ്നമില്ല. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം, അതായത് 2026 ഫെബ്രുവരിക്കുള്ളിൽ പഠനം സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഇത് വേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഗ്യാൻധനിൻ്റെ 2025 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന് എലിജിബിൾ ആവുന്നത്. പിന്നെ നിങ്ങളിപ്പോൾ അബ്രോഡ് തന്നെ ആവണമെന്നില്ല, ഇന്ത്യയിലാണ് പഠിക്കുന്നതെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷെ മേക്ക് ഷുവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 ഫെബ്രുവരിയിൽ മുന്നേ നിങ്ങളുടെ പഠനം തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പിന്നെ ചില സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നുള്ള രീതിയിൽ കാണിച്ചാലും മതി, അതൊരു പ്രൂഫായിട്ട് അവർ എടുക്കുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെ എന്തൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങളുടെ ബേസിക് ഇൻഫർമേഷൻ, അതായത് പേര്, ഇമെയിൽ ID അങ്ങനത്തെ കൊടുക്കുക. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിലും അതുകൂടാണ്ട് ഇമെയിലിലും നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ 2025 ഫോൾ ഇൻടേക്കിൽ പോകാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പഠിക്കാനിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എക്സാമിന് മുന്നേ തന്നെ ഇതിൻ്റെ അഡ്മിഷൻ്റെ പ്രൂഫ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ 2026 എന്താണ് സ്പ്രിംഗ് ഇൻടേക്ക് ആ ഒരു സമയത്താണ് പോകണമെങ്കിൽ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനകത്ത് വിൻ ചെയ്യുവാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത്ര പേർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, അത് വിൻ ചെയ്യാമാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രൂഫ് പ്രൊവൈഡ് ചെയ്താൽ മതി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 2026 ഫെബ്രുവരി വരെ പഠിക്കുന്നവർക്ക്, അതിന് മുന്നേ അഡ്മിഷൻ എടുക്കുന്നവർക്കാണ് ഈ സ്കോളർഷിപ്പ് ഉള്ളത്. അതുകൊണ്ടാണ് അവരിങ്ങനൊരു ഡോക്യുമെൻറ്റ്സ് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 15 ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡ്യൂ ഡേറ്റ്. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൂടാണ്ട് എക്സാം വരുന്നത് ജൂൺ 8 അപ്പോൾ മെയ് 15 ഡ്യൂ ഡേറ്റും ജൂൺ 8 എക്സാമും. ഈ എക്സാമിനെ പറ്റി സംസാരിക്കാൻ നേരത്ത് നമ്മുടെ CA എക്സാമോ അല്ലെങ്കിൽ CAT എക്സാമോ അതേപോലത്തെ അത്രയും പാടായിട്ടുള്ള സംഭവമല്ല. ഒരു മണിക്കൂറിൻ്റെ ഓൺലൈൻ എക്സാമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം അവർ മേക്ക് ഷുവർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞില്ല, എല്ലാ ഫീൽഡിലുള്ളവർക്കും ഒരു ഫെയർ ചാൻസ് കിട്ടണം എന്നുള്ള രീതിയിലാണ് അവർ എക്സാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അതുകൂടാണ്ട് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനെ അല്ല, കാര്യം പല ഫീൽഡിൽ നിന്നുള്ള ആളുകളുണ്ട്. അത് ഇപ്പോൾ മെയിനായിട്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലോജിക്കൽ റീസണിങ് ഉള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ വെർബൽ അല്ലെങ്കിൽ റീഡിങ് എബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുക. കിട്ടിയാൽ കിട്ടിയ 5 ലക്ഷം, കിട്ടിയാൽ നിങ്ങളുടെ ആ 1 മണിക്കൂർ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ട്
നിങ്ങൾ എന്തായാലും ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ കുറേ പേര് എന്നോട് സ്കോളർഷിപ്സിനെയൊക്കെ പറ്റി ചോദിച്ചുകൊണ്ടാണ്. ഇതിപ്പോൾ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല. കിട്ടിയാൽ നമുക്കെന്നാൽ വലിയ ലാഭമാണ്. 1 മണിക്കൂർ ഒരു എക്സാം, അതിനകത്ത് നമുക്ക് കിട്ടിയ ഒരു 5 ലക്ഷം, കിട്ടിയില്ല നമ്മുടെ ആ 1 മണിക്കൂർ പോയി ആ ഒരു രീതിയിൽ. അപ്പം ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കയറി എന്തായാലും നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അത് യൂസ്ഫുൾ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കുക. വേറെ എന്നാ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്കറിയാം കുറേ നാൾ കൂടിയാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ കുറച്ച് നാളായിട്ട് ഈ മാസം അവസാനം വരെ കുറച്ച് തിരക്കായിരിക്കും. ഞാനിപ്പോൾ PT പ്രിപ്പറേഷനാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലായതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി തിരക്ക്. പക്ഷേ ഈ മാസം കഴിയുമ്പോൾ എല്ലാ ശക്തിയോടു കൂടിയും തിരിച്ച് വരുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കുറേ പേർക്ക് ലേറ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്കറിയാം. അതിനകത്തും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. വേറെ എന്നാ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വിസ വരാനുള്ളവർക്കൊക്കെ വന്നോളും. ഇതിനെന്തായാലും അപ്ലൈ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. ഇനി കാണുന്നവരെ ബൈ ബൈ.